ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽസ് ആൻഡ് ബാറ്ററീസിലെ ഇലക്ട്രോളിസിസ് എന്നുള്ള ഭാഗമാണ്. ഇതിൽ ഒരു സെൽ അല്ലെങ്കിൽ ബാറ്ററിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ഒരു കറണ്ടിൻ്റെ കെമിക്കൽ എഫക്റ്റ് എന്താണ്, അതുപോലെ ഇലക്ട്രോളിസിസ് എന്നുള്ള പ്രോസസ്സ്, ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റ്, അതുപോലെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കെമിക്കൽ എഫക്റ്റ് ആണ്. കെമിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ഒരു ലിക്വിഡിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ കെമിക്കൽ റിയാക്ഷൻ, ആ ലിക്വിഡിൽ ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻസ് കറണ്ടിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് കറണ്ടിൻ്റെ കെമിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷനിൽ കണ്ടക്ഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ കറണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടാവണം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒരു കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ലിക്വിഡിൽ കറണ്ടിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നത് അവിടെ ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു ലിക്വിഡിൽ കറണ്ടിൻ്റെ ഫ്ലോ നടക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് കറണ്ടിൻ്റെ ഫ്ലോയും കെമിക്കൽ റിയാക്ഷനും മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, എന്നാൽ എല്ലാ ലിക്വിഡ്സും കണ്ടക്റ്റിംഗ് അല്ല. ചില ലിക്വിഡ്സ് മാത്രമേ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളൂ, എല്ലാത്തിനും കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ കണ്ടക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ള ലിക്വിഡ്സിനെ നമ്മൾ കണ്ടക്ടർ ലിക്വിഡ് എന്നും, കണ്ടക്റ്റിംഗ് അല്ലാത്ത ലിക്വിഡ്സിനെ നമ്മൾ ഇൻസുലേറ്റർ ലിക്വിഡ് എന്നും പറയും. കണ്ടക്റ്റിംഗ് ലിക്വിഡ്സിന് എക്സാമ്പിളാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, അമോണിയം ക്ലോറൈഡ് ഒക്കെ. ഇനി ഇൻസുലേറ്റർ ലിക്വിഡ്സിന് എക്സാമ്പിളാണ് ഡിസ്റ്റിൽഡ് വാട്ടർ, അതുപോലെ ആൽക്കഹോൾ, ഓയിൽ ഒക്കെ. അപ്പോൾ ഇവിടെ കെമിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾക്ക് ഒരു ലിക്വിഡിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിൽ നമ്മൾ കറണ്ടിനെ കടത്തി വിടുമ്പോൾ അവിടെ ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇനി ഇലക്ട്രോളിസിസ് എന്നുള്ള പ്രോസസ്സ് നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു വാട്ടർ മോളിക്യൂളിനെ കൺസിഡർ ചെയ്തിട്ടാണ്. അതായത് വെള്ളത്തിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ സാധാരണ H2O വാട്ടറിലേക്ക് നമ്മൾ കറണ്ടിനെ കടത്തി വിടുമ്പോൾ അത് അതിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈഡ്രജനായിട്ടും ഓക്സിജനായിട്ടും അത് ഡിസോസിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു നമ്മൾ കയ്യിലുള്ള ഒരു ലിക്വിഡിനെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിനെ ഡിസോസിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയാം. ഇനി ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റലിനെ നമുക്ക് കോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുക. അതാണ് അവിടെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിപ്പോസിഷൻ പ്രോസസ്സാണ്. അതായത് നെഗറ്റീവ് പോളിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ മുകളിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിലുള്ള മെറ്റൽ ഫോംസോ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുക, നെഗറ്റീവ് പോളിൻ്റെ മുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുക. ആ പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു കവറിങ് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു മെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റലിനെ കവർ ചെയ്യപ്പെടുക. ഇനി ചില കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ആ സൊല്യൂഷൻ, അതായത് നമ്മൾ ഏത് സൊല്യൂഷനാണോ അല്ലെങ്കിൽ ലിക്വിഡാണോ നമ്മൾ കറണ്ട് കണ്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതിൽ ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയും അവയുടെ കളറിൽ ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യാം. ഇനി ഇലക്ട്രോളിസിസ് എന്നുള്ള പ്രോസസ്സ് നമുക്കിവിടെ ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ഇലക്ട്രോഡുകളും ആ ഇലക്ട്രോഡുകളെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ബാറ്ററിയാണ്. ഇനി ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്. ബാറ്ററി നമ്മൾ ആ ഒരു ലിക്വിഡിലേക്ക് കറണ്ടിനെ പാസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കറണ്ടിൻ്റെ സോഴ്സായിട്ടാണ് നമ്മളിവിടെ ബാറ്ററീനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിലേക്ക് പോസിറ്റീവ് ഭാഗം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്കും നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്കുമാണ് കണക്ട് ചെയ്യുക. അതായത് നെഗറ്റീവ് ഇലക്ട്രോഡാണ് കാഥോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡാണ് ആനോഡ്.
ഇനി ഇതിലൂടെ പോസിറ്റീവിൽ നിന്ന് ഈ ആനോഡിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്ത് ഇവിടെ ഒരു കറണ്ടിൻ്റെ ഫ്ലോ കംപ്ലീറ്റ് ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് തുടങ്ങി കറണ്ടിൻ്റെ ഫ്ലോ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിലൂടെ കയറി പിന്നെ വരുന്നത് ഇവിടെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലൂടെ കയറി പിന്നെയാണ് നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്കും പിന്നെ തിരിച്ച് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി. അപ്പോൾ ഈ ഒരു രണ്ട് പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെയും നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെയും ഇടയിലുള്ള ഈ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലെ കണ്ടക്ഷനാണ് നമുക്ക് പ്രധാനം. അവിടെ കണ്ടക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് അതിൻ്റെ ഉള്ള ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോളിസിസ്. അപ്പോൾ ഇലക്ട്രോളിസിസിൻ്റെ ഫലമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ വാട്ടർ വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് അതിൻ്റെ പോസിറ്റീവ് അയോൺസായിട്ടും നെഗറ്റീവ് അയോൺസായിട്ടും മാറും. അപ്പോൾ ഏത് ഇലക്ട്രോലൈറ്റ് ആണോ നമ്മൾ കൊടുക്കുന്നത് ആ ഇലക്ട്രോലൈറ്റിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന അയോൺസ് പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് അയോൺസ് അവിടെ ജനറേറ്റ് ചെയ്യുകയും ആ ജനറേറ്റ് ചെയ്യപ്പെടുന്ന അയോൺസിൻ്റെ കണ്ടക്ഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ഇലക്ട്രോലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിസിറ്റി കണ്ടക്ഷൻ നടക്കുകയും ചെയ്യും. ഇവിടെ ചിത്രത്തിൽ കാണാം പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് കുറച്ച് അയോൺസിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ജനറേറ്റ് ചെയ്യുമ്പോൾ അവ എപ്പോഴും കാഥോഡിലേക്കാണ് അട്രാക്ട് ചെയ്യപ്പെടുക. അതായത് കാഥോഡ് ടെർമിനലിന് നേരെയാണ് അത് നീങ്ങുന്നത്, അല്ലെങ്കിൽ കാഥോഡ് ഇലക്ട്രോഡിലേക്കാണ് അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ആ ഒരു പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെയാണ് നമ്മൾ കാറ്റയോൺസ് എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രോലൈറ്റിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് അയോൺസ് മൂവ് ചെയ്യുന്നത് ആനോഡിൻ്റെ നേരെയായിരിക്കും. അതിനെയാണ് നമ്മൾ ആനിയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആനിയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും മ്യൂച്വൽ ആയിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഒരു ഇലക്ട്രോലൈറ്റിൽ കറണ്ടിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനാണ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എ ലിക്വിഡ് which conducts electric current due to the drifting of ions is called electrolyte. അതായത് ഒരു ഇലക്ട്രോലൈറ്റിൽ കറണ്ടിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നത് അതിൽ ഫോം ചെയ്തിരിക്കുന്ന അയൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണെങ്കിൽ അത് ആ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ആ ലിക്വിഡ്സിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ തരത്തിലുള്ള ലിക്വിഡ്സിനെ. ഇനി ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ 2 കണ്ടക്ടർ പ്ലേറ്റ്സ് ആർ ഇമ്മേഴ്സ്ഡ് ഇൻ ദ ലിക്വിഡ് ടു ഫോം എ പാസേജ് ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു കറണ്ടിന് ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു പാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോലൈറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുന്ന ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ലിക്വിഡിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുന്ന 2 കണ്ടക്ടർ പ്ലേറ്റിനെയാണ് അല്ലെങ്കിൽ 2 കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെറ്റാലിക് ഫോമിലുള്ള 2 കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അവയെ നമ്മൾ ആനോഡെന്നും കാഥോഡെന്നും പറയാം. ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്, കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. ഓക്കെ, ഇനി അയോൺസ് എന്ന് പറഞ്ഞാൽ ദ മോളിക്യൂൾ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ദെയർ കോൺസ്റ്റിറ്റ്യൂവൻസ് വിച്ച് ആർ കോൾഡ് അയോൺസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ചാർജുള്ള അയോൺസ് ആയിട്ട് മാറുന്നുണ്ട്. അവയാണ് നമ്മൾ ആനിയോൺസ് എന്നും അതുപോലെ തന്നെ കാറ്റയോൺസ് എന്നും പറയുന്നത്. ആനിയോൺസിന് നെഗറ്റീവ് ചാർജും കാറ്റയോൺസിന് പോസിറ്റീവ് ചാർജുമാണ്. ഇനി വാട്ടറിനെ വെച്ച് നമ്മൾ ഇലക്ട്രോളിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബാറ്ററി, അതായത് എനർജി സോഴ്സായിട്ട് നമ്മൾ ബാറ്ററീനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്. ഈ വാട്ടറിലേക്ക് ബാറ്ററി നിന്നുള്ള എനർജി ഡിസ്ചാർജ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒരു കണ്ടക്ഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന H2O എന്ന് പറയുന്ന വാട്ടർ 2 ഭാഗങ്ങളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഓക്സിജനും ഹൈഡ്രജനും. ഓക്സിജൻ സാധാരണ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് റിലീസ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഹൈഡ്രജൻ എപ്പോഴും നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിന് നേരെയായിരിക്കും മൂവ് ചെയ്യുക. അതുപോലെ നെഗറ്റീവ് ചാർജുള്ള ഓക്സിജൻ അത്
പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാട്ടറിലുള്ള ഇത് ഈ കാണിച്ചിരിക്കുന്ന മൂന്നെണ്ണം മോളിക്യൂൾസ് H2O മോളിക്യൂൾസ് ആണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ 2 ഹൈഡ്രജനും ഇവിടെ ഓക്സിജനും മാത്രമായിട്ട് മാറി. അതായത് ഇവിടെ H2O എന്നുള്ള മോളിക്യൂൾസ് വിഘടിച്ച് ഈ ഭാഗത്തേക്ക്, അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് ഓക്സിജൻ മാത്രവും അതുപോലെ നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് ഹൈഡ്രജൻ മാത്രം എന്ത് ചെയ്യപ്പെടുകയാണ്, റിലീസ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അവയുടെ മൂവ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷനിലുള്ള ഹൈഡ്രജൻ അതുപോലെ തന്നെ ഓക്സിജൻ അയോൺസിൻ്റെ ഡ്രിഫ്റ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊണ്ടാണ് അവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ വാട്ടർ വെച്ചിട്ട് ഇലക്ട്രോളിസിസ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ഫാരഡേ 2 ലോസ് ആണ് നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത്. ഫസ്റ്റ് ലോ, അതുപോലെ സെക്കൻഡ് ലോ എന്നുള്ള 2 ലോസ്. ഫാരഡേസ് ഫസ്റ്റ് ലോ അതുപോലെ ഫാരഡേസ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് the mass of substance liberated during electrolysis is proportional to the quantity of electricity which has passed through the electrolyte. എന്ന് പറഞ്ഞാൽ അവിടെ എത്രമാത്രം മാസാണ് അല്ലെങ്കിൽ എത്രമാത്രം ക്വാണ്ടിറ്റിയാണ് ഒരു സബ്സ്റ്റൻസിൻ്റെത് ലിബറേറ്റ് ചെയ്ത് എന്നുള്ളത് അവിടെ എത്രമാത്രം കറണ്ട് നമ്മൾ പാസ് ചെയ്തു എന്നുള്ളതിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്ന് പറയുന്നത് മാസാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രോഡിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ ഒരു ലിബറേറ്റ് ചെയ്യപ്പെടുക, അതായത് അവിടെ എത്രമാത്രം സബ്സ്റ്റൻസ് അവിടെ ലിബറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അതിനെ നമ്മൾ ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ എത്രമാത്രം ക്വാണ്ടിറ്റി കറണ്ട് നമ്മൾ അവിടെ പാസ് ചെയ്തു എന്നുള്ളത് നമ്മൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കറണ്ട് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും അവിടെ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന മാസ് വരിക. അതായത് കറണ്ട് കൂടുന്നതിനനുസരിച്ച് അവിടെ എത്രമാത്രം മാസ് ഡിപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്രമാത്രം മാസ് അവിടെ ജനറേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ലിബറേറ്റ് ചെയ്ത മാസ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത മാസ് എത്രമാത്രം ആണ് എന്നുള്ളത് കറണ്ടിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഈ ഫസ്റ്റത്തെ നിയമം പറയുന്നത്. അതായത് M ഈസ് പ്രൊപ്പോർഷണൽ ടു Q എന്ന് പറയുന്നത് എന്താണ്, ചാർജാണ് അല്ലേ. അപ്പം മാസ് അവിടെ ലിബറേറ്റ് ചെയ്തത് ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജാണ്. ഓക്കെ, അപ്പോൾ ചാർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം I/T ആണ് അല്ലേ. Q ഈസ് ഈക്വൽ ടു I/T ആണ്. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രൊപ്പോർഷണൽ ടു I/T. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രൊപ്പോർഷനായിട്ട് എടുക്കാം. അതായത് M ഈസ് പ്രൊപ്പോർഷണൽ ടു I ആൻഡ് M ഈസ് പ്രൊപ്പോർഷണൽ ടു T. അതായത് മാസ് ലിബറേറ്റ് ചെയ്തത് സമയം കറണ്ടിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ സമയം കൂടുന്നതിനനുസരിച്ചും കൂടും. അപ്പോൾ അതിന് രണ്ടിനെയും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് M ഈസ് പ്രൊപ്പോർഷണൽ ടു I/T എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ പ്രൊപ്പോർഷൻ മാറ്റുമ്പോൾ അവിടെ Z എന്നുള്ള പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റൻറ്റിനെ കൊടുക്കാം. ഇവിടെ Z എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റ്. ഈ ഒരു പ്രൊപ്പോർഷനായി Z എന്നുള്ള ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റിനെയാണ് Z എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇനി M എന്ന് പറയുന്നത് മാസ് ലിബറേറ്റഡ് ഇൻ ഗ്രാം ആണ് യൂണിറ്റ്. T എന്ന് പറയുന്നത് ഇവിടെ ടൈം ഇൻ സെക്കൻഡ് ആണ്. I എന്ന് പറയുന്നത് കറണ്ട് ഇൻ ആംപിയർ ആണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ലോയിൽ പറയുന്നത് എന്താണ്, അവിടെ എത്രമാത്രം മാസ് ലിബറേറ്റ് ചെയ്തു എന്നുള്ളത് കറണ്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അതിനെ ഒരു പിക്ചറിലായിട്ട് ഇവിടെ ഒരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. ഈ ഡയഗ്രത്തിൽ തന്നിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറാണ്. ഓക്കെ, ഗ്ലാസ് കണ്ടെയ്നറിൽ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മളൊരു കോപ്പർ പ്ലേറ്റിനെ 2 കോപ്പർ പ്ലേറ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിനെ അല്ലെങ്കിൽ ഇത്രയും ഒരു സെറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടാമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. വോൾട്ടാമീറ്റർ. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടാമീറ്റർ ആണുള്ളത്. ഇതിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് ഈ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഇവിടെ കണക്ഷനിൽ ഒരു ബാറ്ററി ഉണ്ട്, അതുപോലെ അമ്മീറ്റർ ഉണ്ട്, റിയോസ്റ്റാറ്റ് ഉണ്ട്, അതുപോലെ സ്വിച്ച് ഉണ്ട്.
അല്ലേ? അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ബാറ്ററിയിൽ നിന്നുള്ള ഈ ഒരു സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ ഫ്ലോ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഇവിടെ റിയോസ്റ്റാറ്റിൻ്റെ ഫങ്ഷൻ ഈ ഒരു സർക്യൂട്ടിലുള്ള, അതായത് കറണ്ട് ക്യാരിങ് ഈ ഒരു കണ്ടക്ടിങ് സർക്യൂട്ടിലുള്ള കറണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഫങ്ഷനാണ് ഇവിടെ റിയോസ്റ്റാറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കറണ്ടിനെ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അപ്പം നമ്മളിവിടെ പഠിക്കുന്ന നമ്മുടെ നിയമം ഫസ്റ്റ് ലോ എന്തായിരുന്നു? കറണ്ടിൻ്റെ പ്രസൻസും മാസ് ലിബറേറ്റ് ചെയ്തതും തമ്മിലുള്ള ബന്ധമായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ മാറ്റുക അല്ലെങ്കിൽ കറണ്ടിൻ്റെ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ റിയോസ്റ്റാറ്റ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് റിയോസ്റ്റാറ്റ് മാക്സിമം പൊസിഷനിലിരിക്കുമ്പോൾ മാക്സിമം റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് വളരെ കുറവായിരിക്കും, അല്ലേ? അപ്പോൾ അവിടെ ലിബറേറ്റ് ചെയ്ത മാസ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഇനി റിയോസ്റ്റാറ്റ് മിനിമം പൊസിഷനിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും മിനിമം റെസിസ്റ്റൻസിലിരിക്കുമ്പോൾ അവിടെ ആ സർക്യൂട്ടിലൂടെയുള്ള ഫ്ലോ, കറണ്ടിൻ്റെ ഫ്ലോ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന മാസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡ്, അതായത് ഒന്നിനെ നമ്മൾ പോസിറ്റീവ്, ഇവിടെ ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനലിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഭാഗമായിട്ട് ബാറ്ററീൻ്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ കനം കൂടിക്കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ കനം കൂടി വരുന്നതായിട്ട്, അതായത് ഇവിടെ ഈ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡിനെ ഡിക്കമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ഇവിടെ റിഡക്ഷൻ സംഭവിച്ച് ഇവിടെ നിന്ന് ലോസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ മൂലം ഈ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നടന്ന ലോസ് ആകപ്പെട്ട അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് നഷ്ടപ്പെട്ട മാസ് അല്ലെങ്കിൽ അവിടെയുള്ള മെറ്റീരിയലൊക്കെ നേരെ നെഗറ്റീവ് ഇലക്ട്രോഡിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറച്ച് സമയം നമ്മൾ ഈ ഒരു കറണ്ടിൻ്റെ പാസിങ് അല്ലെങ്കിൽ കറണ്ടിനെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആനോഡിൻ്റെ ഭാഗം കുറച്ച് വെയിറ്റ് കുറയുകയും നെഗറ്റീവ് ഇലക്ട്രോഡിൽ അല്ലെങ്കിൽ കാഥോഡിൽ അതിൻ്റെ ഡിപ്പോസിഷൻ കൂടുകയും, അതായത് മാസ് കനം കൂടുകയും കാണാൻ നമുക്ക് കഴിയും. അപ്പോൾ നമുക്ക് ഒരു മാസ്, എത്രമാത്രം മാസ് ഈ ഒരു കാഥോഡിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വെയിറ്റ് ഓഫ് കാഥോഡ് ആഫ്റ്റർ പാസിങ് കറണ്ട്, അതായത് കറണ്ട് ആദ്യം പാസ് ചെയ്തതിന് ശേഷം, അതായത് കുറച്ച് സമയം നമ്മൾ കറണ്ട് പാസ് ചെയ്തതിന് ശേഷം ഉള്ള കാഥോഡിൻ്റെ വെയിറ്റിൽ നിന്ന് കറണ്ട് പാസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള കാഥോഡിൻ്റെ വെയിറ്റ് കുറച്ചാൽ നമുക്ക് എത്രമാത്രം മാസ് ഇപ്പോൾ അവിടെ പുതുതായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ ഇക്വേഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. ദ മാസ് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റ് അറ്റ് ദ കാഥോഡ്, അതായത് കോപ്പർ കാഥോഡിൽ എത്രമാത്രം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് കാഥോഡ് ആഫ്റ്റർ പാസിങ് ദ കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് പാസ് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് മൈനസ് ദ വെയിറ്റ് ഓഫ് കാഥോഡ് ബിഫോർ പാസിങ് ദ കറണ്ട്, അതായത് കറണ്ട് പാസ് ചെയ്യുന്നതിന് മുമ്പുള്ള അതിൻ്റെ കാഥോഡിൻ്റെ വെയിറ്റ് എത്രയാണ്. ആ ഒരു ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് പുതുതായിട്ട് കാഥോഡിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്രമാത്രം മാസ് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കറണ്ടിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് അവിടെ ഡിപ്പോസിഷൻ നടക്കുകയും പെട്ടെന്ന് അവിടെ വെയിറ്റ് കാഥോഡിൻ്റെത് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറഞ്ഞ അളവിലാണ് കറണ്ട് കൊടുക്കുന്നതെങ്കിൽ വളരെ പതിയെ മാത്രമേ അവിടെ ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് ഗെയിൻ നടക്കുകയുള്ളൂ. ഇനി ഫാരഡേസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്, ഇഫ് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സ്, ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ആർ പ്രൊപ്പോർഷണൽ ടു ദ ECE ഓഫ് ദ സബ്സ്റ്റൻസ്. അതായത് ECE എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് ആണ്,
കേട്ടോ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് ഈ സെക്കൻഡ് ലോയിൽ പറയുന്നത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് ഒന്നോ രണ്ടോ അല്ല അതിലധികമോ ഇലക്ട്രോലൈറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാണ്. എല്ലാത്തിലും നമ്മൾ ഒരേ ചാർജാണ് കൊടുക്കുന്നത്, അല്ലെ എല്ലാത്തിലും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ചാർജ് അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്നതിൽ വ്യത്യാസമില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് എടുത്തിട്ട് അതിൽ സെയിം ക്വാണ്ടിറ്റി ഓഫ് ചാർജ് നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാസ് ലിബറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ മാസ് ഡിപ്പോസിറ്റ് ചെയ്തത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ECE അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ അതിന് ECEനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് Z ആണ്. അപ്പം മാസ് പ്രൊപ്പോർഷണൽ ടു Z. അപ്പം അതിനെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, അതായത് നമുക്ക് ഈ Z കിട്ടിയത് എവിടെ നിന്നിട്ടാണ്, നമുക്ക് ഇവിടെ ഫസ്റ്റ് ലോയിൽ നമ്മൾ ഇവിടെ M is proportional to I into T എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റി നമ്മൾ എഴുതിയതാണ് Z, അല്ലെ പ്രൊപ്പോർഷനെ മാറ്റി എഴുതിയ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് Z, അതാണ് ECE. അപ്പോൾ ആ ECE എന്ന് പറയുന്നത് എന്താണ്, ഓരോ മെറ്റീരിയലിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ. അപ്പോൾ ആ മെറ്റീരിയൽ ഓരോ മെറ്റീരിയലിലും മാറുന്നതിനനുസരിച്ചും ആ മെറ്റീരിയലിൻ്റെ ECE അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് എന്തായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റിൻ്റെ മാറ്റത്തിനനുസരിച്ചായിരിക്കും അവിടെ എത്രമാത്രം മാസ് ലിബറേറ്റ് ചെയ്തു എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ M is equal to ZIT എന്നുള്ള ഫസ്റ്റ് ലോയിലെ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് M is proportional to Z എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി. അതായത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് കൂടുമ്പോൾ അവിടെ മാസ് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ മാസ് ലിബറേഷൻ കൂടാം. അതുപോലെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് കുറയുകയാണെങ്കിൽ അവിടെ മാസ് ലിബറേറ്റ് ചെയ്യുന്നത് കുറയും. ഇനി ആ ലോ നമ്മൾ വെരിഫൈ ചെയ്യാണ്. ഇവിടെ നമ്മൾ 2 വോൾട്ടാമീറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. വോൾട്ടാമീറ്റർ എന്ന് പറഞ്ഞാൽ 2 കണ്ടെയ്നർ, രണ്ടിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും ഇതിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനുമാണ്. ഇനി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്തിരിക്കുന്ന 2 കോപ്പർ പ്ലേറ്റ്സ് ആണ്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നത് സിൽവർ പ്ലേറ്റ് ആണ്. ഇനി ഈ 2 വോൾട്ടാമീറ്റേഴ്സിനെയും നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാറ്ററി രണ്ടിലേക്കും കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അമ്മീറ്റർ സർക്യൂട്ടിലൂടെ വരുന്ന കറണ്ട് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. പുഷ് കീ എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച്, അതായത് നമ്മൾ ആ 2 വോൾട്ടാമീറ്റേഴ്സിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പുഷ് കീ യൂസ് ചെയ്യുന്നത്. ഇനി റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് രണ്ടിലും, അതായത് നമ്മൾ 2 വോൾട്ടാമീറ്റേഴ്സിലും ഒരേപോലത്തെ കറണ്ട്, രണ്ടും സീരീസ് ആയതുകൊണ്ട് രണ്ടിലൂടെയും ഒഴുകുന്ന കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ ആ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി റിയോസ്റ്റാറ്റിൻ്റെ മറ്റേ എൻഡ് നമ്മൾ അടുത്ത രണ്ടാമത്തെ വോൾട്ടാമീറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വോൾട്ടാമീറ്റേഴ്സിനെ നമ്മൾ മീറ്ററും അതുപോലെ തന്നെ ബാറ്ററിയും അതുപോലെ റിയോസ്റ്റാറ്റും വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കണക്ട് ചെയ്തിട്ട് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടിലേക്കും ഈക്വൽ എമൗണ്ട് ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, പാസ് ചെയ്യാണ്. ഓക്കെ. ഇലക്ട്രിക് ചാർജ് രണ്ടെണ്ണത്തിലും ഒരേപോലെ പ്രൊവൈഡ് ചെയ്യാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ ഇത് രണ്ടിലും മാസ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ മാസ് എത്രമാത്രം ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാസ് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റഡ് അറ്റ് ദ കോപ്പർ കാഥോഡ് M1, അതായത് കോപ്പർ കാഥോഡിൽ, അതായത് കോപ്പറിൻ്റെ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട കോപ്പറിൻ്റെ അളവിനെ നമ്മൾ M1 എന്നും, അതുപോലെ സിൽവറിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട സിൽവർ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട സിൽവറിൻ്റെ അളവിനെ നമുക്ക് M2 എന്നും പേര് കൊടുക്കാം. അതായത് M1 എന്ന് പറയുന്നത് കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്ത കോപ്പറിൻ്റെതും, അതുപോലെ തന്നെ M2 എന്ന് പറയുന്നത് സിൽവർ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട സിൽവറിൻ്റെയും അളവാണ്. അപ്പം അവയുടെ കെമിക്കൽ ഇക്വാലൻസിനെ നമുക്ക് W1 എന്നും അതുപോലെ തന്നെ രണ്ടാമത്തതിൻ്റെ നമ്മൾ W2 എന്നും എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് ഈ ഒരു റിലേഷൻ വെച്ചിട്ട് പഠിക്കാം. അതായത് M1:M2 is equal to W1:W2. അപ്പോൾ നമുക്കതിനെ ഡിവൈഡഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം: M1/W1 is equal to M2/W2. അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ തിരിച്ചു എഴുതാം: M1/M2
ഈക്വൽ ടു W1 ഡിവൈഡ് ബൈ W2. അതായത് ഇവിടെ പറയുന്നത് ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, മാസ് M1 എന്ന് പറയുന്നത് എന്തായിരുന്നു? കോപ്പർ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട കോപ്പറിൻ്റെ അളവാണ് അല്ലേ. അപ്പോൾ അത് എന്ന് പറയുന്നത് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്? W1 എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊപ്പോർഷൻ, അതിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് ആണ്. ഓക്കെ, കോപ്പറിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് ആണ് W1. അപ്പം W1നെ മാത്രമേ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇവിടെ കോപ്പറിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കോപ്പറിൻ്റെ ഡിപ്പോസിഷൻ അല്ലെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്ത മാസ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ W2 എന്ന് പറയുന്നത് സിൽവറിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സിൽവർ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട സിൽവറിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് ആണ് W2. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് M2, അതായത് മാസ്, രണ്ടാമത് സിൽവർ പ്ലേറ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന മാസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സിൽവറിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താ? The mass of substance liberated from an electrolyte by 1 coulomb of electricity is termed as electrochemical equivalent of that substance. അതായത് എല്ലാ സബ്സ്റ്റൻസിനും ഒരേ പ്രോപ്പർട്ടി അല്ലേ ഉണ്ടാവുക അല്ലേ, അവയുടെ എല്ലാം സ്വാഭാവിക ഘടനയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു കുളം ചാർജിനെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എത്രമാത്രം മാസ് ഓഫ് സബ്സ്റ്റൻസിനെ അതിൻ്റെ ലിബറേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവിടെ നിന്ന് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ എന്നുള്ളതാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൽവറിൻ്റെ EC എന്ന് പറയുന്നത് 1.1182 മില്ലിഗ്രാം പെർ കുളമ്പാണ്. അതായത് ഒരു കുളം ചാർജ് കൊടുക്കുന്ന സമയത്ത് 1.1182 മില്ലിഗ്രാം മാസിനെ സിൽവറിന് ലിബറേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നാണ് സിൽവറിൻ്റെ EC റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി കോപ്പറിൻ്റെ കേസിലാണെങ്കിൽ 0.329 ആണ് മില്ലിഗ്രാം പെർ കുളമ്പ്. അതായത് ഒരു കുളമ്പ് ചാർജ് കൊടുക്കുന്ന സമയത്ത് 0.329 മില്ലിഗ്രാം മാത്രമേ അവിടെ ലിബറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ കോപ്പറിന്. അപ്പോൾ ഇവിടെ EC കൂടുതലുള്ളത് സിൽവറിനും EC കുറവുള്ളത് കോപ്പറിനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മാസ് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ മാസ് ലിബറേഷൻ കൂടുതൽ നടക്കുന്നത് സിൽവറിൻ്റെ കേസിലായിരിക്കും കോപ്പറിനേക്കാളും കേട്ടോ. കാരണം സിൽവറിനാണ് ഇവിടെ ECൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളത്. അപ്പോൾ ECൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളത്, സെഡിൻ്റെ വാല്യൂ കൂടുതലുള്ളത് സിൽവറിനായിരിക്കും അവിടെ മാസ് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ മാസ് ലിബറേഷൻ കൂടുതൽ നടക്കുന്നത് കോപ്പറിനേക്കാളും. ഇനി നമുക്ക് മാസ് ഡിപ്പോസിറ്റ് ചെയ്തത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷനാണ് മാസ് ഡിപ്പോസിറ്റഡ്. M is equal to വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇക്വാലൻ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ആറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി. ഇനി ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് ഓഫ് നിക്കൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വാലൻ്റ് ഓഫ് നിക്കൽ ഡിവൈഡ് ബൈ ഇക്വാലൻ്റ് ഓഫ് സിൽവർ ഇൻറ്റു ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് ഓഫ് സിൽവർ. അതായത് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നിക്കലും അതുപോലെ തന്നെ സിൽവറും രണ്ട് വോൾട്ടാമീറ്റേഴ്സ് ഉള്ള ഒരു കണക്ഷനാണ് എങ്കിൽ അവയിൽ ഒന്നിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ്, അതായത് സിൽവറിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് അറിയാമെങ്കിൽ നിക്കലിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന് ഒരു ഇക്വേഷനിൽ ഇട്ടതാണ്. ഇവിടെ സിൽവറിന് അല്ലെങ്കിൽ നിക്കലിന് പകരം മറ്റ് മെറ്റീരിയൽസ് ആവാം. അപ്പം രണ്ട് മെറ്റീരിയൽസ് തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് വാല്യൂസ് എങ്ങനെയാണ് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നുള്ള ടോപ്പിക്കുമായിട്ട് വരാം. അപ്പം എല്ലാവരും വാച്ച് ചെയ്യുക. താങ്ക് യു.